നിതിൻ രാജിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ സഹപാഠികൾ ഇന്ന് നെടുമങ്ങാട്ടെ വീട്ടിലെത്തി. മരണത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് നിതിന്റെ സുഹൃത്തുക്കളുടെ ആവശ്യം. അന്വേഷണം തൃപ്തികരമല്ലെന്ന് ആരോപിച്ച് കുടുംബവും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയാണ് അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ നിതിനൊപ്പം പഠിച്ചിരുന്ന 33 വിദ്യാർത്ഥികൾ ഒരുമിച്ച് നിതിന്റെ വീട്ടിലെത്തിയത്. സഹപാഠിയുടെ അകാല വേർപാടിൽ ദുഃഖം പങ്കുവച്ച ഇവർ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നും ആവശ്യപ്പെട്ടു. പ്രിൻസിപ്പലിന്റെ മുറിയിൽ എന്താണ് നടന്നതെന്ന് കണ്ടെത്തണമെന്നും ക്ലാസിനുള്ളിൽ ജാതി അധിക്ഷേപം നടന്നതായി അറിയില്ലെന്നും പുറത്തുവച്ച് നടന്നോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. ജാതി അധിക്ഷേപം എന്ന് പറയുന്നത് ക്ലാസ് റൂമിൽ വെച്ച് ഉണ്ടായിട്ടില്ല. ഇനി സ്റ്റാഫ് റൂമിൽ അവനെ കൊണ്ടുപോയതിനു ശേഷം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയുകയില്ല. അന്വേഷണം തൃപ്തികരമല്ലെന്നും ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാത്രം അന്വേഷണം ഒതുങ്ങുകയാണെന്നും നിതിൻ രാജിന്റെ കുടുംബവും ആരോപിക്കുന്നു. അപ്പോൾ ആരെങ്കിലും മാനസികമായിട്ട് അവനെ തളർത്തുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 21 വയസ്സുകാരനായ പയ്യന് അത് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. ഇത്രയും ആ നാളെ ഇതുവരെ പിടിച്ചു നിന്ന പയ്യെ ആ ഒരു ദിവസം കൊണ്ട് ആ ഒരു 11 മണിക്കും അല്ലെങ്കിൽ ഒരു 11:30ക്കും 1:30ക്കും ഇടയിൽ ആ മീറ്റിംഗ് റൂമിൽ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം ഞങ്ങൾക്ക് വ്യക്തതയില്ല. നിതിന്റെ മരണം നടന്ന 8 ദിവസം പിന്നിട്ടിട്ടും ആരോപണ വിധേയരായ ഡോക്ടർ റാമിനെയും സംഗീതയെയും പിടികൂടാൻ അന്വേഷണ സംഘത്തിന് കഴിയാത്തതിലും കുടുംബം അതൃപ്തിയിലാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.